ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ക്ലാസ്സിലോട്ട് ഒത്തിരി ഡിലേ ഇല്ലാതെ കിടക്കുകയാണ്, കാരണം നമുക്ക് 1 hour വെച്ചായിരിക്കുമല്ലോ ക്ലാസ്. സോ എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് യൂപ്പറ്റോറിയം പെർഫോളിയേറ്റം ബോൺസെറ്റ് എന്ന റെമഡിയാണ് പഠിപ്പിച്ചതെന്നാണ് വിശ്വസിക്കുന്നത്. സോ വി വിൽ ജസ്റ്റ് മൂവ് ഓൺ ടു ദ ടോപ്പിക്. അപ്പം യൂപ്പറ്റോറിയം പെർഫോളിയേറ്റം എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കീനോട്ടും ബോറിക്കും സൈഡ് ബൈ സൈഡ് ആയിട്ട് വെക്കണേ, അല്ലെങ്കിൽ നമുക്ക് റെഫർ ചെയ്ത് പോകാൻ പാടാണ്. ചിലതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ആഡ് ഓൺ ചെയ്യാതെ അത് ബോറിക്കിൽ പറയുക ചെയ്യുക. അതുകൊണ്ടൊന്ന് നിങ്ങളതൊന്ന് എടുത്തു വെച്ചേക്കണേ. അത് നിങ്ങൾക്ക് രണ്ട് രീതിക്ക് സഹായിക്കും. ഒന്ന് അണ്ടർലൈൻ ചെയ്തു പോകാനും പിന്നെ ആ ബുക്സുമായിട്ടൊന്ന് പരിചയമാവാനും. അപ്പൊ നമുക്ക് യൂപ്പറ്റോറിയം പെർഫോളിയേറ്റം അഥവാ ബോൺസെറ്റ്, ഇതിന് മറ്റൊരു പേരിലാണ് നിങ്ങൾ നോക്കിയാട്ടെ ബോറിക്കിൽ കിടക്കുന്നത്. ദാറ്റ് ഇസ് തറോവേർട്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ, തറോവേർട്ട്. ഇനി യൂപ്പറ്റോറിയത്തിന്റെ സിംറ്റംസ് കണ്ടോ? അഡാപ്റ്റഡ് ടു ഡിസീസസ് ഓഫ് ഓൾഡ് പീപ്പിൾ, വേൺ ഔട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ വേൺ ഔട്ട് നമ്മൾ ഒത്തിരി സ്ഥലത്ത് കേട്ടു, ഇനിയും കേൾക്കാനുണ്ട്. എനിവേ, ഇത് വേൺ ഔട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എസ്പെഷ്യലി ഫ്രം ഇന്നെപ്രിറ്റി, കാക്കക്സിയ, ഫ്രം പ്രൊലോങ്ഡ് ഓർ ഫ്രീക്വന്റ് അറ്റാക്ക് ഓഫ് ബിലിയേഴ്സ് ഓർ ഇന്റർമീഡിയറ്റ് ഫീവേഴ്സ്. ആ ഒരു വാക്ക് നിങ്ങൾ ഓർക്കണം, പ്രൊലോങ്ഡ് അല്ലെങ്കിൽ ഫ്രീക്വന്റ് അറ്റാക്ക്. നമ്മൾ ഈ ബിലിയേഴ്സ് അറ്റാക്ക്, ബിലിറൂബിൻ ലെവല് കുറെ പേർക്ക് സബ്ക്ലിനിക്കലായിട്ട് കൂടി കിടക്കുന്ന കേസുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമുക്ക് യൂപ്പറ്റോറിയം കൊടുക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, മലേറിയ, ഇൻഫ്ലുവൻസ എന്നൊക്കെ ബോറിക്കിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇത് മയാസ്മാറ്റിക് ഡിസ്ട്രിക്ട്സിൽ, ഇപ്പൊ നമ്മൾ ചൈനയെ കുറിച്ചൊക്കെ മയാസ്മാറ്റിക് ഡിസ്ട്രിക്ട്സിൽ കൊടുക്കുമെന്ന് ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിട്ടുണ്ട് അല്ലെ? അതേപോലെ മയാസ്മാറ്റിക് ഡിസ്ട്രിക്ട്സിൽ കൊടുക്കുന്നതാണ്. ലൈക്ക് ഇൻ ദ കേസ് ഓഫ് റിവേഴ്സ് ഓർ മാഷസ് എക്സെട്ര എന്ന് പറയുന്ന സീസിലാണ് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കിയ 3 കാര്യങ്ങൾ, ഒന്ന് ഗ്യാസ്ട്രോ ഹെപ്പാറ്റിക് ആൻഡ് ബ്രോങ്കിയൽ മ്യൂക്കസ് മെംബ്രെയിൻ, അതിന് ആക്ഷൻ ഉള്ള മെഡിസിൻ ആണ്. ബൂൺ ഇൻ മയോസ്മാറ്റിക് ഡിസ്ട്രിക്ട് അലോങ് റിവേഴ്സ് ആൻഡ് മാർഷസ് മാർക്ഡ് പീരിയോഡിസിറ്റി. ഇന്ന് വന്ന പനി അതേ സമയത്ത് പിറ്റേ ദിവസത്തെ സമയത്തും വരുന്നു. അതിലെ ഫീവർ സിംറ്റംസ് ഒന്ന് ബോറിക്കിൽ എടുക്കാമോ? പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ചിൽ ബിറ്റ്വീൻ 7 and 9 AM എന്ന്. ചിൽ ബിറ്റ്വീൻ 7 and 9 AM കണ്ടോ? ഇതേപോലെ തന്നെ പോഡോഫൈലത്തിലെ ചിൽ അറ്റ് 7 AM എന്ന് പറയുന്നുണ്ട്. 7 AM and 9 AM എന്നുള്ളതാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് യൂപ്പറ്റോറിയം. മറന്നു പോകരുത്. അപ്പം യൂപ്പറ്റോറിയം എന്ന മെഡിസിൻ ആണ് നമ്മൾ പഠിക്കുന്ന, കമ്പോസിറ്റീവ് ഗ്രൂപ്പിൽ ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർണിക്കയുടെ ഗ്രൂപ്പ് കേട്ടോ. അപ്പൊ കമ്പോസിറ്റീവ് ഗ്രൂപ്പിൽ ഉള്ളതാണ്, പേര് ബോൺസെറ്റ് എന്നാണ്. ഓൾഡ് പീപ്പിൾ വേൺ ഔട്ട് ഇന്നെബ്രിയേറ്റ് കാക്കക്സിയ ഫ്രം പ്രൊലോങ്ഡ് ഓർ ഫ്രീക്വന്റ് അറ്റാക്സ് ഓഫ് ബിലിയേഴ്സ് ഓർ ഇന്റർമീഡിയറ്റ് ഫീവേഴ്സ്. ഈ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ ഒക്കെ വന്നു, റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ അവർ ഭയങ്കര വീക്ക് അല്ലേ, അതേ കണ്ടീഷന് കൊടുക്കാം. ഗ്യാസ്ട്രോ ഹെപ്പാറ്റിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം ബോൺ ബ്രോക്കൺ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്, ബ്രൂസ്ഡ് ഫീലിംഗ് ആസ് ഇഫ് ബ്രോക്കൺ ഓൾ ഓവർ ദ ബോഡി. അത് ഇവർക്കുള്ള പ്രത്യേകതയാണ്. പിന്നെ അതാണ് പറയുന്നത്, ജലദോഷം പോലും ഏക്കിംഗ് ഇൻ, നിങ്ങൾ നോട്ട്സ് എടുത്ത് നോക്കിയാൽ കീനോട്ടിൽ കാണാം, കൊറൈസ ഏക്കിംഗ് ഇൻ എവ്രി ബോൺ, ബോൺ പെയിൻ എഫക്റ്റിംഗ്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ ഗുനിയയുടെ കാലത്ത് ഈ മെഡിസിൻ കൊടുത്തത്. ഇനി ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫീവറിന്റെ സമയത്ത്, ക്യാൻ യു ജസ്റ്റ് റെഫർ ടു ദ ഫീവർ സിംറ്റംസ്, ഇതിന് പ്രിസീഡഡ് ബൈ intense thirst and insatiable thirst before and during chill and fever എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടോ? ഇതിന് ഇന്റൻസ് തേഴ്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ, ഓർക്കണേ. തേഴ്സ്റ്റ് വളരെ ക്രേവിംഗ് ഉള്ള, അല്ലെങ്കിൽ വിചാരിച്ച പോലെ വെള്ളം കുടിക്കാൻ പറ്റും. പനിക്ക് സാധാരണ ഇത്രയും നമുക്ക് വെള്ളം ദാഹിക്കുന്നത് ബ്രയോണി ആയിട്ടായിരിക്കും ഓർമ്മ വരുന്നത്. അതേപോലെ തന്നെ ഇതിനും ഈ ബോൺസെറ്റ് ആയ മെഡിസിനും യൂപ്പറ്റോറിയത്തിനും ഇൻസെറ്റൈബിൾ തേഴ്സ്റ്റ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ചിൽ ആൻഡ് ഫീവർ എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ ബോണി പെയിൻസിന്റെ കാര്യം ഓർക്കണം. ഈ പിന്നെ അതുപോലെ ഇവർ ഏത് കാലത്ത് ഇന്നെബ്രിയേറ്റ് കൊണ്ടുള്ള വേൺ ഔട്ട് കോൺസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുന്ന മെഡിസിൻ ആണെന്ന് ഓർക്കണം. ആ ചില്ലിന്റെ ടൈം കൂടി ഒന്ന് ഓർത്താട്ടെ. ഓക്കെ, ഇതില് ആ റിലേഷൻഷിപ്പ് ഒന്ന് നിങ്ങൾ നോക്കിയാട്ടെ. ഫോളോഡ് വെൽ ബൈ നേട്രമൂർ ആൻഡ് സെപ്പിയ ആൻഡ് ബ്രയോണി ഇസ് ദ നിയറസ്റ്റ് അനലോഗ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ 2 പേർക്കും തേഴ്സ്റ്റ് നിയർ ആയിട്ടുണ്ട്. അപ്പൊ ഇവര് ഏതിന് കൊടുക്കാം? നമുക്ക് ബ്രയോണിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരനായിട്ട് കൊടുക്കാം. എന്താണ് പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്? ബ്രയോണിക്ക് ഫ്രീ സ്വെറ്റ് ആണ്, ബട്ട് പെയിൻ കീപ് പേഷ്യന്റ് ക്വയറ്റ്. കാരണം എന്താ? ബ്രയോണിക്ക് എപ്പോഴും മോഷൻ അഗ്രിവേഷൻ ആണ്. എന്നാൽ യൂപ്പറ്റോറിയത്തിന് സ്കാൻഡി സ്വെറ്റ് ആണ്, പെയിൻസ് മേക്ക് ദ പേഷ്യന്റ് റെസ്റ്റ്ലെസ്. രണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ആണ്. രണ്ടും നമുക്ക് ഭയങ്കര വേദനകളൊക്കെ ഉള്ള മെഡിസിൻ ആണ്, ഫീവറിന് നമ്മൾ കൊടുക്കുന്നതാണ്. പക്ഷെ രണ്ടിലും ഇൻസെറ്റൈബിൾ തേഴ്സ്റ്റ് ഉണ്ടെന്നുള്ളത് തന്നെയാണ്. വീക്ക്നെസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒന്നിന് റെസ്റ്റ്ലെസ്, മോഷൻ നമ്മൾ അഗ്രിവേഷൻ ആണ്, ഒന്നിന് റെസ്റ്റ്ലെസ് ആയി പേഷ്യന്റ് കാണിക്കുകയും ചെയ്യും. So that's about Eupatorium perfoliatum. ഇനി അടുത്ത മെഡിസിൻ യൂഫ്രേഷ്യയിൽ ഒന്ന് കിടപ്പുണ്ട്. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ യൂഫ്രേഷ്യ ഉണ്ട്.
യൂഫ്രേഷ്യയുടെ ഫാമിലി ഒന്ന് നിങ്ങൾ ഓർത്താട്ടെ കേട്ടോ. യൂഫ്രേഷ്യ കീനോട്ട് എടുത്താൽ യൂഫ്രേഷ്യ കാണാം. യൂഫ്രേഷ്യ ഒഫീഷ്യനാലിസ് സ്ക്രോഫുലറേഷ്യ എന്ന ഫാമിലിയാണ് യൂഫ്രേഷ്യ ഉള്ളത് കേട്ടോ. യൂഫ്രേഷ്യ ഞാൻ ടൈപ്പ് അല്ലേ നിങ്ങൾ നോക്കണേ. യൂഫ്രേഷ്യയുടെ പ്രത്യേകത, യൂഫ്രേഷ്യ എന്ന് പറയുന്നത് സ്ക്രോഫുലറേഷ്യ ഫാമിലിയാണ്. അതില് ഒരിക്കൽ പണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, കീനോട്ട് കയ്യിലുണ്ടെങ്കിൽ ലാസ്റ്റിംഗ് ഓൺലി ഫോർ 1 hour. കണ്ടോ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് ഒരു സിംറ്റം ഉണ്ട്, ലാസ്റ്റിംഗ് ഓൺലി ഫോർ 1 hour. അതുപോലെ കഫ് ഡ്യൂറിങ്, വയലന്റ് കഫ് ഡ്യൂറിങ് ഡേ ടൈം ആണ്. ഇത് രണ്ടും നിങ്ങൾ മറക്കരുത്. നമ്മൾ ഫെറമെറ്റിനൊക്കെ പറയുന്ന പോലെ തന്നെ എക്സസീവ് കഫ് ഡ്യൂറിങ് ഡേ ടൈം. അപ്പൊ കഫ് ഓൺലി ഡ്യൂറിങ് ഡേ ടൈമും മെൻസസ് ലാസ്റ്റിംഗ് ഓൺലി ഫോർ 1 hour, ഇത് രണ്ടും യൂഫ്രേഷ്യയുടെ പ്രത്യേകതയാണ്. യൂഫ്രേഷ്യയെ കുറിച്ച് പറയുമ്പോൾ ഈ 2 പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം, ഇത് ഓർക്കണം, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദെൻ കമ്മിങ് ടു ഫെറം മെറ്റാലിക്ക. ഫെറമെറ്റ് സാധാരണഗതിയിൽ നമ്മൾ ഒപ്പിയിലെല്ലാം കൊടുക്കുന്നത് റിക്കറന്റ് ആയിട്ടുള്ള ഹെഡ് ഏക്ക് സിംറ്റംസിനാണ്. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, റിക്കറന്റ് ആയിട്ടുള്ള ഹെഡ് ഏക്ക് സിംറ്റംസിനാണ് നമ്മൾ ഫെറമെറ്റ് കൊടുക്കുന്നത്. ഈ ഫെറമെറ്റിന് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫെറം 100 ശരിക്കും ലെഫ്റ്റ് ഷോൾഡർ പെയിന് കൊടുക്കുന്നത്, ഫെറം 100. പക്ഷെ നമുക്ക് എന്താ പറയാ, ബോർക്കിലോ അല്ലെങ്കിൽ കെറ്റിലോ നോക്കുമ്പോൾ FERR.M എന്നുള്ളത് ശരിക്കും ഫെറം 100, ഫെറം മെറ്റല്ല. പക്ഷെ എല്ലാവരും ഫെറം മെറ്റാണ് കൊടുക്കാറുള്ളത്. അപ്പൊ ഫെറം മെറ്റാലിക്കത്തിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ അയൺ ആണ് അല്ലെ. അപ്പൊ ഏത് ടെമ്പറാമെന്റ് ആയിരിക്കും? സ്വാഭാവികമായും സാങ്ക്വിൻ ടെമ്പറാമെന്റുകാർക്കായിരിക്കും കൊടുക്കുന്നത്. They will be pettish, quarrelsome, disputative, easily excited and least contradiction anchors എന്നാണ് പറയുന്നത്. അതിന് ഒത്തിരി മെഡിഷൻ, ലീസ്റ്റ് കോൺട്രഡിക്ഷൻ, ചെറുതായ എതിർത്ത് പറയുന്ന ദേഷ്യക്കാരാണ് അനാക്കാർഡിയം, കോക്കുലസ് ഇൻഡിക്കസ്, അതുപോലെ ഇഗ്നേഷ്യം ഒക്കെ ചെറിയ കാര്യത്തിന് ദേഷ്യം പിടിക്കുന്നവരാ. അവര് നോക്കിയ അമലറേഷൻ ഫ്രം മെന്റൽ എക്സേർഷൻ. കണ്ടോ, മെന്റൽ എക്സേർഷൻ കൊണ്ട് അവർക്ക് അമലറേഷൻ ആണ്. അപ്പൊ ഈ ഫെറം മെറ്റാലിക്കും, നമ്മൾ ഈ മെറ്റാലിക് ഗ്രൂപ്പുകളെല്ലാം പറയുന്നവര് പൊതുവെ ബോൾഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഒരു പേഷ്യന്റിനെ നമ്മൾ മെറ്റാലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർ അൾട്രാ ഭയങ്കര സ്ട്രോങ് പേഷ്യൻസ് ആണ്. അപ്പൊ ഈ ഫെറമെറ്റ് എന്ന് പറയുന്നതും ഇതുപോലെ ഒരു മെറ്റാലിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഈ മെറ്റാലിക്കിന് തന്നെ ബ്ലഡ് അനീമിക് ആയിട്ടുള്ള കേസസ് ആണെങ്കിൽ യു കെൻ ട്രൈ ഫെറം മെറ്റാലിക്കും. അപ്പൊ നമുക്ക് എക്സസ് ബ്ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു ലേഡി, എന്ത് കംപ്ലൈൻസ് ആയിക്കോട്ടെ, യൂട്രൈൻ കംപ്ലൈൻസ് ആയിക്കോട്ടെ, റെക്ടൽ കംപ്ലൈൻസ് ആയിക്കോട്ടെ, ഞാൻ യൂട്രൈൻ കംപ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് പ്ലസ് ഇവർക്ക് ഈ വീക്ക്നെസ് എല്ലാം അസോസിയേറ്റ് അവർ മെറ്റാലിക് ക്യാരക്ടർ ആണെങ്കിൽ തിങ്ക് ഓഫ് ഫെറമെറ്റ്. അപ്പൊ പേഴ്സൺസ് ഓഫ് സാങ്ക്വിൻ ടെമ്പറാമെന്റ്, പെക്റ്റിഷ്, കോർലസം, അവരോട് പറഞ്ഞു ഭയങ്കര വാക്കുതർക്കൊക്കെ പറയുന്ന ആൾക്കാരാണ്. ചെറിയ കാര്യത്തിന് എതിർത്താൽ അവർക്ക് ദേഷ്യമുണ്ട്. പിന്നെ അവരുടെ മെന്റൽ ജനറൽസ് നോക്കിയാട്ടെ, ഇറിറ്റബിലിറ്റി, സ്ലൈറ്റസ്റ്റ് നോയ്സ് ലൈക്ക് ക്രാക്ലിംഗ് ഓഫ് പേപ്പർ ഡ്രൈവ്സ് ഇൻ ടു ഡെസ്പയർ. നമ്മളിങ്ങനെ അടുത്ത് നിൽക്കുമ്പോഴൊക്കെ കയ്യിലൊക്കെ ഒരു സാധനം കിട്ടിയ ചുറ്റിയൊക്കെ നോക്കും അല്ലെ, അങ്ങനെ കേൾക്കുന്ന ശബ്ദത്തിന് പോലും അവർ സെൻസിറ്റീവ് ആണെന്നുള്ളത്. നമ്മുടെ അറിവിൽ അത് ഒരു ഹെഡ് ഏക്ക് റെമഡി കൂടി ആയതുകൊണ്ട് അത് എന്തിനു കൊടുക്കുന്ന നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ഹെഡ് ഏക്കിന് കൊടുക്കുന്ന മെഡിസിൻ ആണ്. അതിന് സെൻസിറ്റീവ്നെസ് അക്സോമിക്കൊക്കെ മാത്രമേ ഉള്ളൂ, അല്ല. ഫെറമെറ്റിന് സെൻറ്റോട്ട് ഉണ്ട്, അതുപോലെ അസാരോ ടെറൻഡുലയും ഉണ്ട്. പിന്നെ നിങ്ങൾ അതിന്റെ ഫെറമെറ്റാലിക്കത്തിന്റെ ബോറിക് ഒന്ന് നോക്കിയാട്ടെ. യങ് വീക്ക് പീപ്പിൾ, അനീമിക് ആൻഡ് ക്ലോറോട്ടിക് വിത്ത് സ്യൂഡോ പ്ലിത്തോറ. ഇവരുടെ പ്ലിത്തോറ ഒറിജിനൽ പ്ലിത്തോറ അല്ല എന്നാണ് പറയുന്നത്. നമ്മൾ പ്ലിത്തോറ, സ്യൂഡോ പ്ലിത്തോറ എന്ന് പറയുന്നത് ഒറിജിനൽ പ്ലിത്തോറ അല്ല. അപ്പൊ സ്യൂഡോ പ്ലിത്തോറ എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്യണം. അത് ഫെറമെറ്റാലിക്കിന് പറയുന്നതാണ്. ഹു ഫ്ലഷ് ഈസിലി, അവർക്ക് വരുന്ന അവർ പെട്ടെന്ന് ഇങ്ങനെ ചുവക്കുന്ന ടൈപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെയാണ്. പക്ഷെ അനീമിക് ആയ ഒരാള് പെട്ടെന്ന് ചുവക്കത്തില്ല. അപ്പൊ അതിനുകൊണ്ടാണ് ഇതിന് സ്യൂഡോ പ്ലിത്തോറ എന്ന് പറയുന്നത്. കോൾഡ് എക്സ്ട്രിമിറ്റീസ്, ഓവർ സെൻസിറ്റീവ്നെസ്, വേഴ്സ് ആഫ്റ്റർ എനി ആക്റ്റീവ് എഫോർട്ട്. ഒന്ന് ചെറുതായ എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ പെട്ടെന്ന് അവർ തളരും. വീക്ക്നെസ് ഫ്രം മിയർലി സ്പീക്കിംഗ് ഓർ വാക്കിംഗ് ദോ ലുക്ക് സ്ട്രോങ്. കണ്ടാൽ നമുക്ക് ഭയങ്കര അയൺ ലേഡിയാന്നൊക്കെ തോന്നും, പക്ഷെ ഒന്ന് വർത്താനം പറയുന്നതിൽ പോലും അവർ വീക്കായി മാറുമെന്ന് പറയുന്നു. കണ്ടോ, പാലർ ഓഫ് സ്കിൻ, മ്യൂക്കസ് മെംബ്രെയിൻ, ഓർഗാസം ഓഫ് ബ്ലഡ്, ഹെഡ് ഇറഗുലർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ബ്ലഡ്. അതുകൊണ്ട് ഇതിന് പറയുന്ന പേര് സ്യൂഡോ പ്ലിത്തോറ. അപ്പൊ ഫെറമെറ്റ് എന്ന് പറയുമ്പോൾ യു ഹാവ് ടു റിമെമ്പർ സ്യൂഡോ പ്ലിത്തോറ ആണ് കേട്ടോ. ഒന്ന് സംസാരിച്ചാൽ പോലും ടയേർഡ് ആവുന്ന ടൈപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഫെറമെറ്റാലിക്കത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ സാങ്ക്വിൻ ടെമ്പറാമെന്റ് എന്നും വീക്ക് ക്ലോറോട്ടിക് പീപ്പിൾ എന്ന കാര്യവും, അതിലെ സ്ലൈറ്റസ്റ്റ് നോയ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര ദേഷ്യക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രാക്ലിംഗ് ഓഫ് പേപ്പറിനൊക്കെ കൊടുക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഇവർ വരുന്നുണ്ട്. ഇവരുടെ എല്ലാ കംപ്ലൈന്റും നിങ്ങൾ അതിലൊന്ന് കീനോട്ടിൽ നോക്കിയാട്ടെ, ബെറ്റർ ബൈ വാക്കിംഗ് സ്ലോലി ആണ്. കണ്ടോ, ബെറ്റർ ബൈ വാക്കിംഗ് സ്ലോലി ആണ്. ഹെഡ് സിംറ്റംസിനകത്ത് വെർട്ടിഗോ ഫ്രം സീയിങ് ഫ്ലോയിങ് വാട്ടർ ആണ്. പിന്നെ ഹെഡ് ഏക്ക് നോക്കിയാട്ടെ,
2-3 ദിവസത്തിലേക്ക് എല്ലാ ആഴ്ചകളിലും ഹെഡേക്ക് വരും. അതുകൊണ്ട് തന്നെ നമ്മളിത് മൈഗ്രെയിന് കൊടുക്കുന്ന ഒരു മെഡിസിനാണ്. ഓക്കെ, ഞാനിന്ന് ബോറയ്ക്ക് കീഴോട്ടും കൂടെ ഒന്ന് അടുപ്പിച്ച് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഇവരുടെ ഹെഡേക്ക് സിംറ്റംസ് നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ ഇവർക്ക് ഡയേറിയ വൈൽ ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ്, എന്നിട്ട് നല്ല ഗുഡ് അപ്പറ്റൈറ്റ് ആണ്. ഈ വോമിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ പോയി വോമിറ്റ് ചെയ്തിട്ട് വന്നിട്ട് കഴിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ കഫ് ഓൺലി ഡ്യൂറിങ് ഡേ ടൈം ആൻഡ് അതർ ദാൻ യൂട്രേഷ്യ മറ്റൊരു മെഡിസിൻ ആണിത് കേട്ടോ, അത് മാറിപ്പോകരുതേ. സോ നമ്മൾ ഫെറമെറ്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെറമെറ്റിനകത്ത് ഈ ഇറിറ്റാബിലിറ്റിയെ കുറിച്ച് ഓർക്കണം, സ്യൂഡോപ്ലിത്തോറയെ കുറിച്ച് ഓർക്കണം. ബെറ്റർ ബൈ വാക്കിംഗ് സ്ലോലി ആണ്. വേർട്ടിഗോ ഫ്രം സീയിങ് റണ്ണിങ് വാട്ടർ ആണ്. നമ്മൾ ലൈസിനൊക്കെ ആണോ എന്ന് ചിന്തിക്കും, പക്ഷെ ഫെറമെറ്റിന് അങ്ങനെയുണ്ട്. എല്ലാ വീക്സിലും ഹെഡേക്ക് വരും. പിന്നെ ഡയേറിയ വൈൽ ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ് ഉണ്ട്. പിന്നെ ഇവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ സിംറ്റംസ് നിങ്ങൾ നോക്കിയാട്ടെ, അതും 2 to 3 ഡേയ്സിൽ ഒരു ഇന്റർമിറ്റിക് ആണ് മെൻസസിന്റെ കാര്യത്തിൽ. കഫ് ഓൺലി ഡ്യൂറിങ് ഡേ ടൈം. ഇത് ബാക്കിയുള്ള എല്ലാം ക്ലോറോട്ടിക് റെമഡീസിനോട് കോംപ്ലിമെന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കണം, കോംപ്ലിമെന്ററി ടു അലുമിന ആൻഡ് ചൈന. കണ്ടോ? പിന്നെ റൊമാറ്റിസം ഓഫ് ദ ഷോൾഡറിന് കൊടുക്കുന്ന മെഡിസിൻ തന്നെയാണ്, പക്ഷെ സ്പെസിഫിക്കലി പറയുന്നത് ഫെറമൂർ ആണ് കേട്ടോ. ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ ഫീവർ, ചില്ലറ്റ്, ഫോറയം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർക്കണേ. ഫെറമെറ്റ് കംപ്ലീറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവർക്ക് വൊമിറ്റിംഗ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്, ഇൻടോളറൻസ് ഓഫ് എഗ്സ്. മുട്ട കഴിക്കാൻ പറ്റില്ല, മുട്ട അവർക്ക് ഇൻടോളറൻസ് ആണേ. അപ്പൊ ഇൻടോളറൻസ് ഓഫ് എഗ് ഉണ്ട്. വൊമിറ്റിംഗ് കഴിഞ്ഞ ഉടനെ അവരൊന്ന് ഫുഡ് കഴിക്കും. അവർക്ക് ഡയറിയ ഉണ്ട് ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. 2 to 3 വീക്സ് ഉണ്ട്. ഒന്ന് അവരുടെ ഹെഡേക്ക് ആണ്, മറ്റൊന്ന് അവരുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ കാര്യമാണ്. പിന്നെ കഫ് ഓൺലി ഡ്യൂറിങ് ഡേ ടൈം. ക്ലിയർ ആണല്ലോ അല്ലെ? ആന്റി കോംപ്ലിമെന്ററി ആണ് നമ്മൾ ഈ പറയുന്ന ബ്ലീഡേഴ്സ് എല്ലാം, അതായത് ചൈന, അലുമിന, ഹെമാമിലിസ്. അതുകൊണ്ട് തന്നെ ഒരു യൂറിനറി ബ്ലീഡിംഗ് കേസ്, യൂട്രൈൻ ബ്ലീഡിംഗ് കേസ്, DUB കേസ് പ്രൊലോങ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഫെറമെറ്റും ഹെമാമിലിസും ഒരുമിച്ച് കൊടുക്കാറുണ്ട്. കാരണം രണ്ടും കൂടി ആകുമ്പോൾ ബ്ലീഡിംഗ് അറസ്റ്റ് ആവുന്ന ഒരു ചിന്തയിൽ. ഓക്കെ, ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ്. നൗ നമ്മൾ ഫെറം ഫോഴ്സിനെ ഒന്ന് നിങ്ങൾ ബോഡിക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. അതിൽ ഫെറം ഫ്ലോസ് എന്ന് പറയുന്നത് എല്ലാം ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷൻ. എല്ലാ കണ്ടീഷനും ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേറ്ററി അഫെക്ഷൻ ആണ് കൊടുക്കുന്നത്. അതിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ മതി, ചിൽ അറ്റ് 1 PM. ചിൽ അറ്റ് 4 AM എന്നുള്ളത് നമ്മൾ ഫെറം മെറ്റാലിക്കത്തിനകത്ത് പറഞ്ഞപ്പോൾ ചിൽ അറ്റ് 1 PM എന്ന് പറഞ്ഞു. നട്ടുച്ചയ്ക്ക് പനി വരുന്നത് ഫെറം ഫോഴ്സിനാണ് കേട്ടോ. ഓക്കെ, ദെൻ കമ്മിങ് ടു ഫെറം മെറ്റാലിക്. അതിനകത്തെ പിന്നെ റിലേഷൻഷിപ്പ് നോക്കിയാട്ടെ. China, the vegetable analog, falls well in nearly all complaints and should never be given in syphilis. ഫെറമെറ്റാലിക്കത്തിന് ഒരു സിഫിലിറ്റിക് സിംറ്റമായിട്ട് യാതൊരു ബന്ധവും നമുക്ക് പഠിച്ചിടത്തോളം ഇല്ല അല്ലെ. പക്ഷെ സിഫിലിസിന്റെ സമയത്ത് ഫെറമെറ്റാലിക്കം കൊടുത്തൂടാ എന്നും ചൈനയാണ് അതിന്റെ അനലോഗ് എന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ കമ്മിങ് ടു ഫ്ലൂറിക് ആസിഡ്. ഫ്ലൂറിക് ആസിഡ് എന്ന് പറഞ്ഞ മെഡിസിൻ ആണ്. നമുക്കറിയാം ഫ്ലൂറിക് ആസിഡ് എന്ന് പറയുന്ന മെഡിസിൻ അല്ലെങ്കിൽ ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, HF അല്ലെ. അപ്പം ഈ ഫ്ലൂറിക് ആസിഡ് എന്ന് പറഞ്ഞ മെഡിസിൻസ് ഏത് തരം ആളുകൾക്ക് കൊടുക്കാന്നുള്ളതാണ്. അപ്പം ഫെറമെറ്റ് സിഫിലിസിൽ കൊടുത്തൂടാ. പക്ഷെ ഫ്ലൂറിക് ആസിഡ് ടിപ്പിക്കലി ഒരു സിഫിലിറ്റിക് മെർക്കൂറിയൽ ഡിസ്ക്രേഷ്യ ആണ്. അപ്പൊ മറന്നു പോകരുത്, കംപ്ലൈന്റ്സ് ഓഫ് ഓൾഡ് ഏജ് ഇൻ സിഫിലിറ്റിക് മെർക്കൂറിയൽ ഡിസ്ക്രേഷ്യ. യങ് പീപ്പിൾ ലുക്സ് ഓൾഡ്, ചെറിയ പ്രായത്തിലുള്ളവർ തന്നെ ഭയങ്കര ഏജ് ലുക്കിംഗ് ആണ്. ആൻഡ് ഇൻക്രീസിംഗ് എബിലിറ്റി ടു എക്സസൈസ് വിത്തൗട്ട് ഡേഞ്ചർ. നമ്മളിപ്പൊക്കെ പറയുന്ന അതേ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ത്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് ഇത്. അപ്പൊ ഇൻക്രീസ് എബിലിറ്റി ടു എക്സസൈസ് വിത്തൗട്ട് ഡേഞ്ചർ ഈസ് ലെസ് എഫക്റ്റഡ് ബൈ എക്സസീവ് ഹീറ്റ് ഓഫ് സമ്മർ ഓർ കോൾഡ് ഓഫ് വിന്റർ. അതുകൊണ്ട് തന്നെ ഈ മെഡിസിൻ എന്ത് പറ്റും, ഇവർക്ക് രണ്ട് കാര്യങ്ങൾ അഫക്ട് ചെയ്യാത്തതുകൊണ്ട് ഇവർ നമ്മൾ ആംപി ആയിട്ട് കൂട്ടാറുണ്ട്. പക്ഷെ ടിപ്പിക്കലി ഫ്ലൂറിക് ആസിഡ് ഒരു ഹോട്ട് റെമഡി ആയിട്ടാണ് കേട്ടോ പറയാ. പേഷ്യന്റ് ഇസ് കമ്പൽഡ് ടു മൂവ് അബൌട്ട് എനർജറ്റിക്കലി. കംപ്ലൈന്റ്സ് ഓഫ് ഓൾഡ് ഏജ് ഓർ കൊമേഴ്ഷ്യലി ഏജ്ഡ് വിത്ത് വീക്ക് ഡിസ്റ്റനൽ ബ്ലഡ് വെസൽസ്. ഇനി നമ്മൾ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളാണ്, ഈ എക്സസൈസ് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ഹീറ്റ് ഓഫ് സമ്മർ അല്ലെങ്കിൽ കോൾഡ് ഓഫ് വിന്റർ രണ്ടുപേർക്ക് ത്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷനലി ക്ലീൻ ഔട്ടിൽ കിടക്കുന്നത്. സോ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് മീ. അതായത് ഓൾഡ് ഏജ്, പ്രിമച്ചർ ഓൾഡ് ഏജ്, സിഫിലിറ്റിക് മെർക്കൂറിയൽ ഡിസ്ക്രേഷ്യ. പിന്നെ എക്സസൈസ്, അവർക്ക് എത്ര എക്സസൈസ് വേണമെങ്കിൽ ചെയ്യാം. അവർക്ക് അങ്ങനെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ ഹീറ്റോ കോൾഡോ രണ്ടും അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. ഓക്കെ, ഇനി നമ്മൾക്കറിയാം കാരീസിനും നെക്രോസിസിനും ഒക്കെ കൊടുക്കുന്ന മെഡിസിൻ ആണ്. ഈവൻ വേരിക്കോസ് വെയിൻസിന് കൊടുക്കുന്ന മെഡിസിൻ ആണ്. ഈ വേരിക്കോസ് വെയിൻസിന്റെ ഒരു സിംറ്റം നിങ്ങൾ കണ്ടോ, കുറെ കുഞ്ഞുങ്ങൾ ഉണ്ടായ അമ്മമാർക്ക് കൊടുക്കുന്ന മെഡിസിൻ. ഒത്തിരി മക്കൾ ഉണ്ടായതിനു ശേഷം എനിക്ക് ആദ്യത്തെ ഡെലിവറിയിൽ വന്നതാണ് വേരിക്കോസിറ്റി, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വേരിക്കോസിന്റെ പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ യു ക്യാൻ തിങ്ക് ഓഫ് ഫ്ലൂറിക് ആസിഡ്. അതിലെ റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടണേ. കീനോട്ടിലെ ഫ്ലൂറിക് ആസിഡിന്റെ റിലേഷൻഷിപ്പ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്.
after arson, ascites of drunkards, after Cali carb in diseases, after coffee and staphy in sensitive teeth, after phosphoric acid in diabetes, after silicea and sylphitum in bone diseases, after spongia in goiter. ഇതെല്ലാം നിങ്ങൾ 1 by 1 ആയിട്ട് ഓർത്തിരിക്കണം. അപ്പം പിന്നെ നമുക്ക് 1 by 1 ആയി ഓർത്തിരുന്നില്ലെങ്കിൽ അവരത് എന്തിലായിരിക്കും ഫ്ലൂറിക് ആസിഡ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ബോറിക്കിലേക്ക് നമ്മൾ പോവാണ്. ബോറിക്കില് ഒന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഗ്ലബല്ല റീജിയൻ സീംസ് ബ്ലോട്ടഡ്, അതുപോലെ ഹോപ്പ് നെയിൽഡ് ലിവർ ഓഫ് ആൽക്കഹോളിക്സ് എന്ന് കണ്ടോ, അത് ഇമ്പോർട്ടന്റ് ആട്ടോ. ഹോപ്പ് നെയിൽഡ് ലിവർ ഓഫ് ആൽക്കഹോളിക്സ് ഇത് ഗോയിറ്ററിന് കൊടുക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ റിലേഷൻഷിപ്പിൽ പറയുന്നു ഫോളോസ് വെൽ ആഫ്റ്റർ സ്പോഞ്ചിയ ഇൻ ഗോയിറ്റർ. പിന്നെ ഓൾഡ് കേസ് ഓഫ് നൊക്ടേണൽ ഫീവർ കമ്മിങ് ഓൺ പീരിയോഡിക്കലി. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ഏർലി ഡീകേ ഓഫ് ടീത്തിൽ ക്രിയോസോട്ട മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത്, യു ക്യാൻ തിങ്ക് ഓഫ് ഫ്ലൂറിക് ആസിഡ്. അപ്പം നിങ്ങൾ ബോറിക്കും കൂടെ കയ്യിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലെ ബാക്കി സിംറ്റംസ് നോക്കാം. അവരുടെ ഐസിൽ ഒരു സെൻസേഷൻ ഓഫ് വിൻഡ് ബ്ലോയിങ് ത്രൂ ദ ഐസ്. പിന്നെ അവർക്ക് നിങ്ങളെ മൈൻഡ് അറിയാലോ അല്ലേ, indifference towards those loved the most, inability to realize responsibility. ഫ്ലൂറിക് ആസിഡ് ഭയങ്കരമായിട്ട് സൂപ്പർഫിഷ്യൽ ലവുള്ള ഒത്തിരി പേരുടെ എടുത്ത് പോകുന്ന ഒരാളെന്നാണ് ഫ്ലൂറിക് ആസിഡിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പൊ ഫ്ലൂറിക് ആസിഡ് ഇത്രയാണ് ഇമ്പോർട്ടൻസ്. വേരിക്കോസ് വെയിനിൽ കൊടുക്കും. പിന്നെ അതിനനുസരിച്ചുള്ള ഡ്രോപ്സി അവരുടെ ലിംസിലൊക്കെ ഉണ്ട്. വേഴ്സ് വാംത്ത് തന്നെയാണ് പറയുന്നത് കേട്ടോ. സൈലീഷ്യാണ്. അപ്പൊ നമ്മൾ ഇത് ഫ്ലൂറിക് ആസിഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സൈലീഷ്യ 6x കോംപ്ലിമെന്ററി ആയിട്ടും ആൾക്കാർ കൊടുക്കാറുണ്ട്. സോ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ഫ്ലൂറിക് ആസിഡ്. അപ്പൊ നിങ്ങൾ ഓർക്കണം, ദേ ക്യാൻ എക്സസൈസ് വിത്തൗട്ട് ഡേഞ്ചർ. അവർക്ക് ഒരു ടയർഡ്നെസ്സും വരത്തില്ല. പിന്നെ നെക്രോസിന് കൊടുക്കുന്ന മുഴുവൻ നെക്രോസിസ് കണ്ടീഷൻസ് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ്. പൊതുവെ അവർ വാംത്ത് അഗ്രിവേഷൻ ഉള്ള മെഡിസിൻ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ റിലേഷൻഷിപ്പ് മറന്നു പോകരുതേ. കോംപ്ലിമെന്ററി ഓർക്കണം, ഫോളോ കേട്ടോ ഫ്ലൂറിക് ആസിഡ്. നെക്സ്റ്റ് കമ്മിങ് ടു ജെൽസീമിയ. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. ജെൽസീമിയാണ് അടുത്ത മെഡിസിൻ. ഓക്കെ, ജെൽസീമിയത്തിനകത്ത് ഏത് ഫാമിലി ആണെന്ന് ഓർക്കുന്നുണ്ടോ? ജെൽസീമിയം 3 മെഡിസിൻസ് ആണ് പ്രധാനമായിട്ട് ജെൽസീമിയത്തിന്റെ കുടുംബക്കാര്. നിങ്ങൾക്ക് അറിയാവോ ഏതൊക്കെയാണെന്ന്? ഓക്കെ, അതൊരു ചെറിയ സെഗ്മെന്റ് ഇരിക്കട്ടെ കേട്ടോ. പറഞ്ഞോളൂ ഏതൊക്കെയാ ജെൽസീമിയത്തിന്റെ ഫാമിലി ഏതാ? ലൊഗനേസിയ ഫാമിലി. അതെ, ലൊഗനേസിയ ഫാമിലി. അതർ മെമ്പേഴ്സ് ആയിരിക്കാ? നക്സോമിക്ക, ഇഗ്നേഷ്യ, നക്സോമിക്ക, ഇഗ്നേഷ്യ. അതെ, കറക്റ്റ്. അതെ കറക്റ്റ്. താങ്ക് യു ഡോക്ടർ ഫോർ റെസ്പോണ്ടിങ്. അപ്പൊ ജെൽസീമിയത്തിനാണെങ്കിൽ നമ്മൾ പറയുന്ന ഫാമിലി എന്താണ്? ലൊഗനേസിയ ഫാമിലിയാണ്. ജെൽസീമിയ ഈസ് കോൾഡ് ആസ് യെല്ലോ ജാസ്മിൻ അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻസ് നോക്കിയാൽ ഫോർ ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ എസ്പെഷ്യലി വിമൻ ഓഫ് എ നെർവസ് ഹിസ്റ്ററിക്കൽ ടെമ്പറാമെന്റ്. ഈ നെർവസ് ഹിസ്റ്ററിക്കൽ ടെമ്പറാമെന്റ് നമ്മൾ ആർജനലൈറ്റിക്സിന് കേട്ടു. അതുപോലെ തന്നെ നമ്മൾ ഈ പരീക്ഷ പേടിക്ക് കൊടുക്കുന്ന മറ്റൊരു മെഡിസിൻ ആണല്ലോ ജെൽസീമിയം. അതുകൊണ്ട് തന്നെ ഡോ ഡൗട്ട് നെർവസ് ഹിസ്റ്ററിക്കൽ ടെമ്പറാമെന്റ് കൊടുക്കുന്ന മെഡിസിൻ ആണ്. ഓക്കെ, ബ്രാക്കറ്റിൽ കണ്ടോ നമ്മുടെ പറയുന്ന ആർജനലൈറ്റിക് ഒന്നല്ല, ഇറ്റ് ഇസ് ഗിവൺ ആസ് ക്രോക്കസ് ആൻഡ് ഇഗ്നേഷ്യ. അപ്പൊ ബ്രാക്കറ്റ് നിങ്ങൾ ഓർത്ത് വെക്കണേ. അപ്പൊ നെർവസ് ഹിസ്റ്ററിക്കൽ ടെമ്പറാമെന്റ് 3 മെഡിസിൻസ് ചോദിച്ചാൽ ഒന്ന് ക്രോക്കസ്, ഒന്ന് ഇഗ്നേഷ്യ, ഒന്ന് ജെൽസീമിയം. ഹോപ്പ് യു ആർ ക്ലിയർ. മറ്റൊന്ന് എക്സൈറ്റബിൾ ഇറിറ്റബിൾ സെൻസിറ്റീവ് ഫോർ ദ നെർവസ് അഫെക്ഷൻസ് ഓഫ് ഒനാനിൻസ് ഓഫ് ബോത്ത് സെക്സസ് എന്ന് പറയുന്നത്. അതിൽ കാലിഫോസ് ബ്രാക്കറ്റിലൊക്കെ ഉണ്ട്. 2 ഗ്രൂപ്പുകളെയും ഒനാനിസുകൾ ആര് വരുന്നു അവർക്ക് കൊടുക്കുന്ന മെഡിസിൻ ആണ് ജെൽസീമിയം. ഈവൻ ദോ വി നോ അബൌട്ട് ആഗ്നസ്, വി നോ അബൌട്ട് സ്റ്റാഫിസാഗ്രിയ, കാലിഫോസിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിന്റെ ജെൽസീമിയത്തിന്റെ ഇൻട്രോ ഒന്ന് നമുക്ക് നോക്കാം. നെർവസ് സിസ്റ്റത്തിൽ ആക്ഷൻ ഉള്ള ഒരു മെഡിസിൻ ആണ്, നമുക്ക് അറിയാം. വിത്ത് ഡിഗ്രീസ് ഓഫ് മോട്ടോർ പാരാലിസിസ്. ബോറിക്ക് കണ്ടോ? ഡിഗ്രീസ് ഓഫ് മോട്ടോർ പാരാലിസിസ്. പ്ലീസ് ഡു അണ്ടർലൈൻ. ആ വാക്ക് നിങ്ങൾ ഓർക്കണം. നമുക്ക് കുറെ മെഡിസിൻ ഇപ്പൊ നമ്മൾ പ്ലംബം പഠിക്കുമ്പോൾ ആന്റീരിയർ ഹോൺ ആണ് അഫക്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു കാണും. അങ്ങനെ ഓരോ മെഡിസിനും ഏതോ ഒരു സൈറ്റിൽ ആക്ഷൻ പറയാറുണ്ട്. അപ്പം ഈ ജെൽസീമിയം നെർവസ് പാരാലിസിസിനൊക്കെ കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണല്ലോ, പക്ഷെ ഡിഗ്രീസ് ഓഫ് മോട്ടോർ പാരാലിസിസിന് കൊടുക്കുന്നതാണ്. ഇനി അതിൽ കൊടുത്തിരിക്കുന്ന കുറെ ഡികൾ കണ്ടോ? ഡിസിനസ്, ഡ്രൗസിനസ്, ഡൾനെസ് ആൻഡ് ട്രംബ്ലിംഗ്. മറന്നു പോയത് ഒരു ക്ഷീണം പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കണ്ണിനൊക്കെ കുറച്ച് വെയിറ്റ് പോലെയുള്ള ഒരു മെഡിസിൻ ആണല്ലോ. അപ്പം ഏതിനൊക്കെയാണ് കണ്ടീഷൻ? ഡിസിനസ്, ഡ്രൗസിനസ്, ഡൾനെസ് ആൻഡ് ട്രംബ്ലിംഗ്. അതുകൂടെ അണ്ടർലൈൻ ചെയ്യണേ. ഇങ്ങനെ മാത്രമായിട്ടും ചോദിക്കാം കേട്ടോ.
ഇനി മസ്കുലാർ പലതരത്തിലുള്ള പാരാലിസിസ് പറയുന്നുണ്ട് അല്ലേ? പാരാലിസിസ് ഓഫ് വേരിയസ് ഗ്രൂപ്പ്സ് മസിൽസ് അറൌണ്ട് ദ ഐസ്. അതുകൊണ്ടാണ് കണ്ണിന് ടോസസിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് ജൽസീമിയം. ചെസ്റ്റ്, ലാരിങ്സ്, സ്ഫിങ്ക്ടർ, എക്സ്ട്രിമിറ്റീസ്, പോസ്റ്റെറിയർ പാരാലിസിസ്, കംപ്ലീറ്റ് റിലാക്സേഷൻ ആൻഡ് പ്രോസ്ട്രേഷൻ, ലാക്ക് ഓഫ് മസ്കുലാർ കോർഡിനേഷൻ. പിന്നെ നമ്മൾ ഇതുപോലെ ജനറൽ ഡിപ്രഷൻ ബൈ ഹീറ്റ് ഓഫ് ദ സൺ. നേട്രം കാർബ് അറിയാം, നമുക്ക് ആന്റിമോണിയം ക്രൂഡം അറിയാം, അത് കൂടാതെ ഗ്ലണോയിൻ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ജനറൽ ഡിപ്രഷൻ ബൈ ദ ഹീറ്റ് ഓഫ് ദ സൺ എന്ന് ചോദിച്ചാൽ എടുത്ത കാര്യം ഓർക്കണം, അവർക്ക് ഫുള്ളി ഹീറ്റ് ഓഫ് ദ സൺ ത്രൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു മെഡിസിൻ ആണ് ജൽസീമിയം എന്ന് പറയുന്നത്. അപ്പൊ നെർവസ് ഹിസ്റ്റീരിക്കൽ ടെമ്പറാമെന്റ് ഓർക്കണം, ഒനാനിസ് ഓഫ് ബോത്ത് സെക്സസിന് കൊടുക്കാം, ഡിഗ്രീസ് ഓഫ് മോട്ടോർ പാരാലിസിസ്, പിന്നെ ഡിസിനസ്, ഡ്രൗസിനസ്, ഡൾനെസ് ആൻഡ് ടെമ്പറേച്ചർ. ഇനി സെൻസിറ്റീവ് ടു ഫോളിംഗ് ബാരോമീറ്റർ എന്നൊരു വാക്ക് നിങ്ങൾ കണ്ടോ? നമ്മൾ ബാരോമീറ്റർ, ഹ്യൂമൻ ബാരോമീറ്റർ എന്ന് കേട്ടാൽ ഉടനെ നമുക്ക് മെർക്ക് കുത്താനുള്ള ഒരു രീതിയുണ്ട്. പക്ഷെ ഫോളിംഗ് ബാരോമീറ്ററിന് സെൻസിറ്റീവ് ആകുന്നത് ജൽസീമിയാണ്. കണ്ടോ? അത് മറന്നു പോകരുത്. കോൾഡ് ആൻഡ് ഡാം ബ്രിങ്സ് ഓൺ മെനി കംപ്ലൈൻസ് ഈവൻ ദോ ദേ ആർ ഡിപ്രസ്ഡ് ബൈ ഹീറ്റ് ഓഫ് ദ സൺ. ഫോളിംഗ് ഓഫ് പാരോമീറ്റർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയുന്നു അല്ലേ? അങ്ങനെ കോൾഡ് ക്ലൈമറ്റ് വന്നാൽ ഇവർക്ക് പ്രോബ്ലംസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു സിംറ്റം കണ്ടോ? നെർവസ് അഫെക്ഷൻസ് ഓഫ് സിഗാർ മേക്കേഴ്സിന് വരുന്ന നെർവസ് സിംറ്റംസിന് ഇത് കൊടുക്കാറുണ്ട് എന്ന്. ഓക്കെ, സോ നമ്മൾ പഠിച്ചിരിക്കുന്ന ജൽസീമിയാണ്. പേര് പഠിച്ചു, ഫാമിലി പഠിച്ചു, അതർ ഗ്രൂപ്പ് മെമ്പേഴ്സ് പഠിച്ചു. അതിന്റെ ഇൻട്രോയിൽ പറഞ്ഞത് ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ എസ്പെഷ്യലി വിമൻ ഓഫ് നെർവസ് ഹിസ്റ്ററിക്കൽ ടെമ്പറാമെന്റ്, ബ്രാക്കറ്റഡ് മെഡിസിൻ പഠിച്ചു. പിന്നെ ഒനാനിസ് ഓഫ് ബോത്ത് സെക്സസ്, പിന്നെ ഡിഗ്രീസ് ഓഫ് മോട്ടോർ പാരാലിസിസ്, ഡിസിനസ്, ഡ്രൗസിനസ്, ഡൾനെസ് ആൻഡ് ട്രംബിൾസ്. പിന്നെ ജനറൽ ഡിപ്രഷൻ ബൈ ദ ഹീറ്റ് ഓഫ് ദ സൺ, സെൻസിറ്റീവ് ടു ഫോളിംഗ് ഓഫ് ബാരോമീറ്റർ. ഹ്യൂമൻ ബാരോമീറ്റർ എന്ന് പറയുന്ന മെക്സോൺ ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? പക്ഷെ സെൻസിറ്റീവ് ടു ഫോളിംഗ് ബാരോമീറ്റർ ജൽസീമിയാണ്. പിന്നെ ഇവർക്ക് പറഞ്ഞിരിക്കുന്ന കുറെ സിംറ്റംസ് ഒക്കെ നമുക്ക് കീനോട്ടിലൊക്കെ കാണുന്നതാണ് അതല്ലേ? അവർക്ക് എക്സൈറ്റിംഗ് ന്യൂസസ് ത്രൈവ് ചെയ്യാൻ പറ്റില്ല, ഇഗ്നേഷ്യ പോലെ. പ്ലസന്റ് സർപ്രൈസ് ആണെങ്കിൽ നമുക്കറിയാം കോഫിയാണ് അതല്ലേ? പ്ലീസ് റെഫർ ടു ദ ജൽസീമിയം കീനോട്ട് കേട്ടോ. കീനോട്ട് ഒന്ന് എടുത്താട്ടെ. അതിനകത്ത് കുറെ കാര്യങ്ങൾ അല്ലേ? മരണത്തെ പേടിയാണ്, എന്നാൽ മരിക്കാൻ അത്ര കറേജ് ഇല്ല, നക്സോമിക്കയെ പോലെ തന്നെ അല്ലെ? ഒറ്റ അല്ലെങ്കിൽ ക്വയറ്റ് ആയിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. ആരോട് സംസാരിക്കാനൊന്നും അവർക്ക് ഇഷ്ടമില്ല. അവര് ഉള്ളിലെ ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളാണെങ്കിൽ ക്രിബ് പിടിക്കാറുണ്ട്, വീടുന്നതിന് മുമ്പ് ക്രിബ് പിടിക്കാനായിട്ട്. അത് നമുക്ക് കുറെ മെഡിസിൻ ഉണ്ടല്ലോ, ബൊറാക്സ് ഉണ്ട്, സാനിക്കുലയൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന വേർട്ടിഗോ കണ്ടോ? സ്പ്രെഡിങ് ഫ്രം ഓക്സിപുട്ട് ആണ്. പിന്നെ ഹാർട്ടിന്റെ സിംറ്റം കൂടെ ഇമ്പോർട്ടന്റ് ആണല്ലോ. എപ്പോഴും ജൽസീമിയത്തിന്റെ ഹാർട്ട് ഇമ്പോർട്ടന്റ് ആണല്ലോ. ജൽസീമിയവും ഡിജിറ്റാലിസും തമ്മിലുള്ള വ്യത്യാസം മാറിപ്പോകാൻ. അപ്പൊ നിങ്ങളൊന്ന് ബോറിക് എടുക്കാമോ? ബോറിക്കിനകത്ത് വേർട്ടിഗോ എവിടെ തുടങ്ങുന്നു? ഓക്സിപുട്ടൽ ഏരിയയിൽ തുടങ്ങുന്നു നമ്മൾ പറഞ്ഞു. ഇവര് ഡിപ്ലോപ്പിയ കണ്ടീഷന് കൊടുക്കുന്നതാണ്. ഡിം സൈറ്റഡ്നെസ് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആണ്. പോസ്റ്റ് ഡിപ്തററ്റിക് പാരാലിസിസിന് കൊടുക്കുന്നു. You may please come to heart symptoms. Sensation as if it is necessary to keep in motion or else the heart action would cease. വളരെ നെർവസ് ആയ ആൾക്കാരായതുകൊണ്ട് അവർ ഒരു കാരണവശാലും ഒരിടത്തിരിക്കത്തില്ല, അവർ നെർവസ് ആയിരിക്കും. ഇത് തന്നെ ഡിജിറ്റാലിസ് തമ്മിലുള്ള വ്യത്യാസം. ഡിജിറ്റാലിസിന് മൂവ് ചെയ്താലാണ് പ്രശ്നമെങ്കിൽ ഇവർക്ക് കീപ്പ് ഇൻ മോഷൻ ആണ് പ്രശ്നം. തമ്മിൽ മാറിപ്പോകരുത്. ഇവർ നെർവസ് ആയതുകൊണ്ട് ഇവർക്ക് എപ്പോഴും നടന്നുണ്ട്. നമ്മൾ നെർവസ് ആയി നമ്മൾ പരീക്ഷ സമയത്ത് എന്താ ചെയ്യുക? ഒരു സ്ഥലത്ത് ഇറങ്ങാതിരിക്കുകയാണോ ചെയ്യുന്നത്? നമ്മൾ എപ്പോഴും നെർവസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തത് അല്ലേ? അത് തന്നെയാണ് ഇവരുടെ പ്രശ്നം കേട്ടോ. സെൻസേഷൻ ആസ് ഇഫ് ഇറ്റ് ഇസ് നെസസറി ടു കീപ്പ് ഇൻ മോഷൻ ഓർ എൽസ് ദ ആക്ഷൻ ഓഫ് ദ ഹാർട്ട് വുഡ് സീസ്. ആ കാര്യം മറന്നു പോകരുത് കേട്ടോ. സ്ലോ പൾസിന് ഡിജിറ്റാലിസ് കൊടുക്കുമെങ്കിലും. പിന്നെ മറ്റൊന്ന് ജൽസീമിയത്തിന്റെ ഫീവർ സിംറ്റംസ് ആണ്. ചിൽ വിത്തൗട്ട് തേഴ്സ്റ്റ് ആണ്, ചിൽ ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ റൺ ചെയ്യുന്നു എന്നുള്ളതുണ്ട്. പക്ഷെ വേറൊരു കാര്യം ബോറിക്കിൽ കിടക്കുന്നുണ്ടോ? ചിൽനെസ്, വാണ്ട് ടു ബി ഹെൽഡ് ബിക്കോസ് ഹി ഷേക്സ് സോ മച്ച്. നമ്മൾ ജൽസീമിയത്തിനെ കുറിച്ച് ഒരു നട്ഷൽ എല്ലാം പഠിച്ചു അല്ലെ? നെർവസ് ഹിസ്റ്ററിക്കൽ പേഴ്സണ് കൊടുക്കുന്നു, ഒനാനിസിന് കൊടുക്കുന്നു, മോട്ടോർ പാരാലിസിസിന്, സെൻസിറ്റീവ് ടു ഫോളിംഗ് ബാരോമീറ്റർ, ഡിസേർണിംഗ് ലെഥാർജിക് ആണ്, വാണ്ട് ടു ബി ഹെൽഡ് ബിക്കോസ് ഹി ഷേക്സ് സോ മച്ച് ആൻഡ് ഹാർട്ട് സിംറ്റംസ്. ഇപ്പൊ നെർവസ് ആയതുകൊണ്ട് അവർക്ക് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന കാര്യം കൂടെ നിങ്ങൾ ഓർക്കണേ. പിന്നെ അതിന്റെ റിലേഷൻഷിപ്പിൽ ഇഗ്നേഷ്യുമായിട്ട് കമ്പയർ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ആന്റിഡോട്ട് ആണ് ചൈന, കോഫിയ, ഡിജിറ്റാലിസ്. ആൽക്കഹോളിക് സ്റ്റിമുലൻസ് റിലീവ് ഓൾ കംപ്ലൈൻസ് ബർ ജൽസീമിയം ഈസ് യൂസ്ഫുൾ. അത് കണ്ടോ? അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് റിലേഷൻഷിപ്പിലെ ബാക്ടീരിയ ഇൻ ത്രെറ്റനിങ് ടൈഫോയിഡ് ഫീവർ, ഇഫിക്കാക്കിംഗ് ഡം പെയിൻ ആഫ്റ്റർ സപ്രഷൻ ഓഫ് ഫിനൈൻ എന്നൊക്കെ ഈ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സോ ജൽസീമിയം കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുന്നു. ഹോപ്പ് യു ആർ ഏബിൾ ടു ഫോളോ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യു ക്യാൻ ഹാൻഡ് റൈസ് ഓർ ടെൽ മീ
മെസ്സേജ് മീ ഇൻ പേഴ്സണലി കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ദെൻ കമ്മിങ് ടു ഗ്ലോണോയിൻ. ഗ്ലോണോയിൻ ബോറിക്കിലും എടുക്കണം, കീനോട്ടിലും എടുക്കണം. ആദ്യം നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടത് ഗ്ലോണോയിന്റെ ഒരു കെമിക്കൽ ഫോർമുല അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, C3H3NO2O3. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണേ. ഇനി ഗ്ലോണോയിൻ ഗ്ലിസറിൻ ഓക്സിജൻ നൈട്രജന്റെ ഒരു കോമ്പിനേഷൻ ആണല്ലോ. ഓക്കെ, അതില് പിന്നെ യു ക്യാൻ സീ ദ മെന്റൽ ജനറൽസ്, നെർവസ് ടെമ്പറാമെന്റിനെ കൊടുക്കും, മെന്റൽ എക്സൈറ്റ്മെന്റ് ഒക്കെ കൊടുക്കും, ഈ കാര്യങ്ങൾക്കെല്ലാം കൊടുക്കുമെന്നും നമ്മൾ അതിൽ പ്രത്യേകിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കീനോട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബോറിക് സിംറ്റംസിലോട്ട് പോവാണേ. അതായത് സെൻസേഷൻ ഓഫ് പൾസേഷൻ ത്രൂ ഔട്ട് ദ ബോഡി. കാണുന്നുണ്ടോ? സെൻസേഷൻ ഓഫ് പൾസേഷൻ ത്രൂ ഔട്ട് ദ ബോഡി. പിന്നെ അവരുടെ മറ്റൊരു ഒരു ഇറ്റാലിക് സിംറ്റം ആയിട്ട് കിടക്കുന്ന കണ്ടോ, സർജിങ് ഓഫ് ബ്ലഡ് ടു ദ ഹെഡ് ആൻഡ് ദ ഹാർട്ട്, സെൻസേഷൻ ഓഫ് പൾസേഷൻ ത്രൂ ഔട്ട് ദ ബോഡി. അതൊരു നമുക്കൊരു എന്താ പറയാ ബീറ്റിംഗ് ഓഫ് പോലെ തോന്നുന്നു ഹോൾ ബോഡിയിൽ. അപ്പൊ അതും നിങ്ങൾ മറന്നു പോകരുത്, സെൻസേഷൻ ഓഫ് പൾസേഷൻ ത്രൂ ഔട്ട് ദ ബോഡി. പിന്നെ ഹെഡിനകത്ത് അവർക്കൊരു കൺഫ്യൂഷൻ ഉള്ളതാണ്, ദേ കനോട്ട് ബെയർ എനി ഹീറ്റ് അറൌണ്ട് ദ ഹെഡ് ആണ്. അതിലൊരു ഒരു സിംറ്റം നിങ്ങൾ നോക്കണം. സൺസ്ട്രോക്കിന് കൊടുക്കുന്ന മെഡിസിൻ ആണെന്ന് അറിയാലോ അല്ലെ. കനോട്ട് റെക്കഗ്നൈസ് ലൊക്കാലിറ്റീസ്. കണ്ടോ, കനോട്ട് റെക്കഗ്നൈസ് ലൊക്കാലിറ്റീസ്, കനോട്ട് ലേറ്റ് ഓൺ പില്ലോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. അവരുടെ കുറച്ച് സിംറ്റംസ് ഇടയിലൊക്കെ കണ്ടോ, ഈ ഇൻട്രൊഡക്ഷനിലാണ് കിടക്കുന്നത്. ഗ്രേറ്റ് റെമഡി ഫോർ കൺജസ്റ്റീവ് ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞിട്ട് അതിൽ കിടക്കുന്ന സാധനം കേട്ടോ. ഗ്രേറ്റ് റെമഡി ഫോർ കൺജസ്റ്റീവ് ഹെഡ് ഏക്ക്, സർജിങ് ഓഫ് ബ്ലഡ് ടു ദ ഹെഡ് ആൻഡ് ഹാർട്ട്, സെൻസേഷൻ ഓഫ് പൾസേഷൻ ത്രൂ ഔട്ട് ദ ബോഡി. കണ്ടോ, അതിനകത്ത് കണ്ടോ റെക്കഗ്നൈസ് ലൊക്കാലിറ്റീസ് പറ്റുന്നില്ല എന്നുള്ളത്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണമേ. പിന്നെ മറ്റൊന്ന് സയാട്ടിക്ക ഇൻ അതർ അതെറോമാറ്റസ് സബ്ജക്ട്സ് വിത്ത് കോൾഡ് ഷ്രിവൽഡ് ലിംസ്, അതിന് കൊടുക്കാം. പിന്നെ അവരുടെ ഹെഡ് ഏക്ക് സിംറ്റംസ് നിങ്ങൾ നോക്കിയാട്ടെ, അവർക്ക് ഒട്ടും ഹീറ്റ് പറ്റൂല. കനോട്ട് ബെയർ എനി ഹീറ്റ് അറൌണ്ട് ദ ഹെഡ് ബട്ട് കനോട്ട് ലേറ്റ് ഓൺ എ പില്ലോ. പിന്നെ സീസ് എവറിത്തിങ് ഹാഫ് ലൈറ്റ് ആൻഡ് ഹാഫ് ഡാർക്ക്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണമേ. ഐ സിംറ്റംസ് ഇറ്റാലിക്സിലല്ല എടുക്കുന്നത്, എങ്കിലും ഓർത്തോളൂ, എല്ലാം പകുതി വെളിച്ചവും പകുതി ഇരുട്ടുമായിട്ടാണ് കാണുന്നത്. പൾസേറ്റിംഗ് പെയിൻ ആണുള്ളത്. പിന്നെ ഏത് തരം കണ്ടീഷൻസിന് കൊടുക്കാം? എക്സലന്റ് ഫോർ ദ ഇൻട്രാക്രേനിയൽ ക്ലൈമാറ്റിക് ഡിസ്റ്റർബൻസസ് ഓർ ഡ്യൂ ടു മെൻസ്ട്രൽ സപ്രഷൻ. ഇൻട്രാക്രേനിയൽ ആവാം, ക്ലൈമാറ്റിക് ഡിസ്റ്റർബൻസ് ആവാം. അതുകൊണ്ട് തന്നെ നമ്മൾ പോസ്റ്റ് മെനോപോസൽ ഹെഡ് ഏക്കിനൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ മെൻസ്ട്രൽ സപ്രസ് ചെയ്തുകൊണ്ടും വരാം. ക്ലിയർ ആണോ? ഓക്കെ, ഇവരുടെ പിന്നെ റിലേഷൻഷിപ്പിലെ ആന്റിഡോട്ട് അക്വണൈറ്റ് ആണ്. കാരണം നമ്മൾ രണ്ടും ഹാർട്ട് റെമഡി ആയതുകൊണ്ട് ബീപ്പിക്കൊക്കെ കൊടുക്കാറുള്ളത് കൊണ്ടും അക്വണൈറ്റ് കൊടുത്തേക്കാം. പക്ഷെ അക്വണൈറ്റ് ആന്റിഡോട്ട് ചെയ്ത് പോവാണ് ചെയ്യാം. ഓക്കെ, പിന്നെ സൺ എക്സ്പോഷർ ഹെഡേക്ക് തന്നെയാണ് ഇതിലും പ്രധാനമായിട്ടുള്ളത് കേട്ടോ. ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ്. അപ്പൊ ഗ്ലോണോയിന്റെ ആ കെമിക്കൽ ഫോർമുല പഠിച്ചു വെക്കണം. അതിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ കനോട്ട് റെക്കഗ്നൈസ് ലൊക്കാലിറ്റീസ് ഇറ്റാലിക്സിൽ കൊടുത്തതല്ല, പക്ഷെ ബോർക്കിന് ഇൻട്രൊഡക്ഷൻ കൊടുത്തു, അതുകൊണ്ട് നമ്മളത് വായിച്ചേ തീരും. ദെൻ കമ്മിങ് ടു ഗ്രഫൈറ്റിസ്. ഗ്രഫൈറ്റിസ് എന്ന് പറയുന്നത് അമോർഫസ് കാർബൺ ഓർ ബ്ലാക്ക് ലെഡ് അല്ലേ. വാട്ട് പൾസാറ്റില ഈസ് അറ്റ് പ്യൂബർട്ടി ഈസ് ഗ്രഫൈറ്റിസ് അറ്റ് ക്ലൈമാറ്റിക്. ആ വാക്ക് ഓർത്തിരിക്കണം. ഇതിൽ രണ്ട് മെഡിസിൻ മാറ്റിയിട്ടാലും നമ്മൾ ഓർക്കണം. പൾസാറ്റില പ്യൂബർട്ടിക്ക് കൊടുക്കുമ്പോൾ എന്താണോ ഉപകാരം അതായിരിക്കും ഗ്രഫൈറ്റിസ് ക്ലൈമാറ്റിക്കിൽ കൊടുക്കുന്നത് അല്ലേ. ഇനി ഗ്രഫൈറ്റിസിനെ കുറിച്ച് പറയുമ്പോൾ ഗ്രഫൈറ്റിസ് മെഡിസിൻസ് പ്ലംബാഗോ എന്നൊരു വാക്ക് കേട്ടാലും ഓർക്കണം കേട്ടോ. പ്ലംബാഗോ പ്ലംബമെറ്റ് അല്ല, പ്ലംബാഗോ എന്ന് പറയുന്നതും ഗ്രഫൈറ്റിസിലാണ്. യു ക്യാൻ റെഫർ ടു ബോറിക്. അപ്പം ഇതിനകത്ത് ഏത് കോൺസ്റ്റിറ്റ്യൂഷന് കൊടുക്കാം? എ വിമൻ ഇൻക്ലൈൻ ടു ഒബേസിറ്റി ഹു സഫർ ഫ്രം ഹാബിച്വൽ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് എ ഹിസ്റ്ററി ഓഫ് ഡിലേഡ് മെൻസസ്. 3 കാര്യങ്ങളുണ്ട്. നമ്മൾ ഒബേസിറ്റിയും ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷൻ കേൾക്കുമ്പോൾ നമുക്ക് കാൽക്കേരി കാർബൺ എന്ന് തോന്നും, അല്ല. പ്ലസ് വിത്ത് എ ഹിസ്റ്ററി ഓഫ് ഡിലേഡ് മെൻസസ്. ഈ 3 കാര്യം, എ ട്രയാഡ് ഓഫ് ഒബേസിറ്റി, ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷൻ വിത്ത് ഡിലേഡ് മെൻസസ്, ഇത് 3 കൂടെ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ തിങ്ക് ഓഫ് ഗ്രഫൈറ്റിസ് ആട്ടോ. ഇനി ഗ്രഫൈറ്റിസിന്റെ ഇതിൽ കിടക്കുന്നുണ്ടോ, ലൈക്ക് ഓൾ കാർബൺസ് ദിസ് ഇസ് ആൻ ആന്റിസോറിക് ഓഫ് ഗ്രേറ്റ് പവർ, എസ്പെഷ്യലി ആക്റ്റീവ് ഇൻ പേഷ്യൻസ് ഹു ആർ റാദർ സ്റ്റൗട്ട് ഓഫ് ഫെയർ കോംപ്ലക്ഷൻ വിത്ത് എ ടെൻഡൻസി ടു സ്കിൻ അഫെക്ഷൻ ആൻഡ് കോൺസ്റ്റിപ്പേഷൻ. കുറച്ച് പൊക്കം കുറഞ്ഞ കുറച്ച് സ്റ്റൗട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്, കുറച്ച് ഫെയർ ആണ്. 2 കാര്യങ്ങൾ, ഒന്ന് സ്കിൻ അഫെക്ഷൻസും ഒന്ന് കോൺസ്റ്റിപ്പേഷനും. അപ്പൊ ഈ അതിലൊരു ഇറ്റാലിക്സ് നിങ്ങൾ കിടക്കുന്നുണ്ടോ, ഫാറ്റ് ചില്ലി കോസ്റ്റീവ്. ആ വാക്ക് മറന്നോളൂ. അവർ ഫാറ്റ് ആണ്, ചില്ലി ആണ്, പോസിറ്റീവ് ആണ്. ഇത് കേട്ടുകൊണ്ട് ഒരു കാരണവശാൽ യു കനോട്ട് തിങ്ക് ഓഫ് കാൽക്കേരിയ കാർബ്. ഈ വാക്ക് ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത് കാൽക്കേരിയ കാർബിലല്ല, ഗ്രഫൈറ്റിസിലാണ്. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. പ്ലസ് ഒരു ശരിക്കും പറഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ സ്കിൻ കംപ്ലൈൻസ് കൂടെ പറയേണ്ടതാണ്. ബട്ട് യു മേ തിങ്ക് ആന്റിസോറിക് റെമഡീസ് തന്നെയാണിത്.
Antipsoric remedies who are stout, fair complexion with a tendency to skin and constipation. 3 കാര്യം ഫാറ്റ്, ചില്ലി, കോസ്റ്റീവ്. മറന്നു പോയത് കോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിപ്പേറ്റഡ് കേട്ടോ. അപ്പൊ ഫാറ്റ്, ചില്ലി, കോസ്റ്റീവ് എന്ന് പറയുന്നത് ഗ്രഫൈറ്റിസിനെ കുറിച്ചാണ്. ഡോൺ കൺഫ്യൂസ് വിത്ത് കാൽക്കേരിയ കാർ. ഓക്കെ, പിന്നെ നമുക്ക് അതിൽ ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്ന സിംറ്റം കണ്ടോ, ഇറാഡിക്കേറ്റ്സ് ദ ടെൻഡൻസി ടു ഓസ്റ്റിയോപൊറോസിസ്. നമ്മളെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് റിക്കറന്റ് ആയിട്ട് പസ്റ്റൂൾസ് വരുമെന്ന് പറഞ്ഞാലോ ഇങ്ങനെ ചെറിയ പരി വരും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഗ്രഫൈറ്റിസ് കൊടുക്കാറുള്ളതാണല്ലോ. പിന്നെ ടെൻഡൻസി ടു ഒബേസിറ്റി ഉണ്ട്. അതിലൊരു കാര്യം നിങ്ങൾ കണ്ടോ, എയ്ഡ്സ് ദ അബ്സോർപ്ഷൻ ഓഫ് സിക്കാർഡിയൽ ടിഷ്യൂ, ക്യാൻസർ ഓഫ് പൈലോറസ്. കണ്ടോ, പൈലോറസ് ഡിയോഡനൽ അൾസറിനൊന്നും നമ്മൾ ഗ്രഫൈറ്റിസ് കൊടുത്ത കഥയില്ല അല്ലെ. പക്ഷെ ക്യാൻസർ ഓഫ് പൈലോറസിനും ഡിയോഡനൽ അൾസറിനും കൊടുക്കാം എന്ന് എടുത്ത് ഗ്രഫൈറ്റിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹോപ്പ് യു ക്യാൻ സീ. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രഫൈറ്റിസിന് ബ്ലാക്ക് ലെഡ് എന്നും അമോഫസ് കാർബൺ എന്നൊക്കെ ചോദിച്ചു. പ്ലംബാഗോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് നോട്ട് പ്ലംബമെറ്റം, ഇറ്റ് ഇസ് ഗ്രഫൈറ്റിസ്. അത് മാറിപ്പോകരുത്. എങ്ങനത്തെ പേഴ്സൺസ് ആണ്? ഫാറ്റ്, ചില്ലി ആൻഡ് കോസ്റ്റീവ് ആണ്. ക്യാൻസർ ഓഫ് പൈലോറസിനും ഡിയോഡനൽ അൾസറിനും കൊടുക്കാറുണ്ട്. പിന്നെ അനീമിയ വിത്ത് റെഡ്നെസ് ഓഫ് ഫേസ്. പിന്നെ അതിനകത്ത് മൈൻഡ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. അവർക്ക് ഭയങ്കര റെസ്റ്റ്ലെസ് ആയ ആൾക്കാരാണ്. സാഡ് റെസ്പോണ്ടന്റ് ആണ്, പെട്ടെന്ന് കരയും, പൾസാറ്റിലെ പോലെ. എപ്പോഴും മരണത്തെ കുറിച്ച് ആലോചിക്കാൻ പറ്റുള്ളൂ. ചിൽഡ്രൻ ഇമ്മ്യൂണിറ്റി ടീച്ചിങ് ലാഫ്. നമ്മൾ വഴക്ക് പറഞ്ഞാലൊക്കെ കൊച്ചുങ്ങൾ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കും അല്ലെ. നമ്മളൊക്കെ കോളേജിലായിരുന്നപ്പോൾ ടീച്ചേഴ്സ് വഴക്ക് പറയുമ്പോൾ കരയുന്നവർ ചെറുതും ചിരിക്കുന്നവർ കൂടുതലുമാണ് അല്ലെ. ഓക്കെ, അതുപോലെ ഒരു കാര്യം ഒന്ന് നോക്കണേ. ഗ്രഫൈറ്റിസിന് കീനോട്ടിൽ കണ്ടോ ബേണിംഗ് സ്പോട്ട് ഓൺ വേർട്ടെക്സ് കണ്ടോ. അത് രണ്ടും ഉണ്ട്. ബേണിംഗ് സ്പോട്ട് ഓൺ വേർട്ടെക്സിൽ കാൽക്കേരിയും സൾഫറും ഗ്രഫൈറ്റിസും ആണെങ്കിൽ, കോൾഡ് സ്പോട്ട് ആണെങ്കിൽ അത് സെപ്പിയ വെറേറ്ററും ആണ്. പിന്നെ ഇയർ സിംറ്റംസ് നിങ്ങൾക്ക് എല്ലാം അറിയാം. ഹിയേഴ്സ് ബെറ്റർ വെൻ ഇൻ എ നോയ്സ്. ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ കിടന്ന് ശ്രദ്ധിക്കുന്നവനാണ് ഗ്രഫൈറ്റിസ്. ഓക്കെ, പിന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒന്ന് ഓർക്കണേ. സെക്ഷൽ ഡെബിലിറ്റി ഫ്രം സെക്ഷൽ അബ്യൂസ് ആൻഡ് ഡിസൈഡ് അവേർഷൻ ടു പൊസിഷൻ ഇൻ ബോത്ത് സെക്സസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രഫൈറ്റിസ്. മറന്നു പോകരുത്. കീനോട്ടിലാണ് അത് കിടക്കുന്നത്. അണ്ടർലൈൻ ചെയ്യണം, ടിക്ക് ചെയ്ത് വെക്കണം, മാറിപ്പോകരുത്. ഓക്കെ, പിന്നെ അതിനകത്തെ ആ യൂറിന്റെ സ്മെല്ല് കണ്ടോ, ബ്രെത്ത് സ്മെൽസ് ലൈക്ക് യൂറിൻ കണ്ടോ, അതൊന്ന് ഓർത്തിരിക്കണേ. അവരുടെ ബ്രെത്തിന് യൂറിന്റെ സ്മെല്ലാണ്. മൗത്തിൽ കിടപ്പുണ്ട് കണ്ടോ, യു ക്യാൻ സീ ഇറ്റ്. ബ്രെത്ത് സ്മെൽസ് ലൈക്ക് യൂറിൻ എന്ന് ബോറിക്കിൽ കിടപ്പുണ്ട്. അതുപോലെ സ്റ്റൊമക്കില് ഹോട്ട് ഡ്രിങ്ക്സ് ഡിസഗ്രി, അതൊന്നും ഓർക്കണം കേട്ടോ. അവർക്ക് ഈ പാലൊക്കെ ചൂടാക്കിയ പാലൊന്നും അവർക്ക് പറ്റത്തില്ല. ഓക്കെ, ദെൻ ഫീമെയിലിന്റെ കാര്യം സിംറ്റംസ് ഓർക്കണം. മെയിൽ സിംറ്റംസ് നമ്മൾ ഡിസൈഡ് അവേർഷൻ ടു പൊസിഷൻ ഇൻ ബോത്ത് സെക്സസ് ഓർക്കണം. പിന്നെ റിലേഷൻഷിപ്പിൽ കോംപ്ലിമെന്ററി ആർജന്റൻ നൈട്രേറ്റും കിടക്കുന്നതാണ്ടോ. അത് നമ്മുടെ പിന്നെ കീനോട്ടിലില്ല. കീനോട്ടില് കോംപ്ലിമെന്ററി കിടക്കുന്നത് കോസ്റ്റിക്കം, ഹെപ്പാർ, ലൈക്കോ ഒക്കെയാണ്. ഈ ഹെപ്പാറും ഒക്കെ വരുന്നത് ഈ ഗ്രഫൈറ്റിസ് നമ്മൾ ഈ എർസിപ്പിലസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് അത് വരുന്നത്. ഓക്കെ, കോസ്റ്റിക്കം, ഹെപ്പാർ ആൻഡ് ലൈക്കോപോഡിയം. മറന്നുപോയത്, നമുക്ക് അത്ര റിലേഷൻ തോന്നാത്ത സംഭവമാണ്. ഗ്രഫൈറ്റിസ് എന്ന് പറഞ്ഞാൽ പെൻസിൽ അല്ലേ. ലൈക്കോപോഡിയം എന്ന് പറഞ്ഞാൽ ഒരു തരം മൂസ് പോലത്തെ ഒരു സാധനമാണ് അല്ലെ. ഹെപ്പാർ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ തന്നെ അല്ലേ. ഇനി കോസ്റ്റിക്കത്തിന്റെ കാര്യം നിങ്ങൾ ഓർക്കണേ, മാറിപ്പോകരുത് കേട്ടോ. അപ്പം HCl എന്ന് ഗ്രഫൈറ്റിസ് HCl എന്ന് ഓർക്കണം. HCl ആൾക്കാരെ മറന്നു പോകരുത്. ഒന്ന് ഹെപ്പാർ സൾഫാണ്, മറ്റൊന്ന് കോസ്റ്റിക് ആണ്, അടുത്തത് ലൈക്കോപോഡിയാണ് കേട്ടോ. മറന്നു പോകരുത്. കീനോട്ടിലതാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ബോറിക്കിൽ ടിപ്പിക്കലി ആർജന്റൻ നൈട്രേറ്റിനാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നു ഫോളോസ് വെല്ലി ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് കണ്ടോ. ഇനി അതേപോലെ അതിന് നമ്മൾ പറഞ്ഞ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. കാൽക്കേരിയ കാർബൺ, ഒബേസിറ്റി ഓഫ് യങ് വിൻ വിത്ത് ലാർജ് എമൗണ്ട് ഓഫ് അൺഹെൽത്തി അഡിപ്പോസ് ടിഷ്യൂ, ഫോളോ സൾഫർ വെല്ലിംഗ് സ്കിൻ എഫെക്ഷൻ, പാപ്പർസെപ്പി ആൻഡ് ഗഷിംഗ്, ലുക്കോറിയ. ആ കാര്യം ഒന്ന് മറന്നു പോകരുത്. സോ ദാറ്റ്സ് അബൌട്ട് ഗ്രഫൈറ്റിസ്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ നമ്മൾ ഗ്രഫൈറ്റിസിൽ പറഞ്ഞിരിക്കുന്ന ബ്രെത്ത് സ്മെൽസ് ലൈക്ക് യൂറിൻ ഒന്ന് ഓർക്കണേ. പിന്നെ അതിന്റെ ഏത് തരം കോൺസ്റ്റിറ്റ്യൂഷൻസിന് കൊള്ളാം. ഈ ഫാറ്റ്, ചില്ലി, കോസ്റ്റ്യൂം അതവർക്ക് കാണുമ്പോൾ ഇങ്ങനെ ഇടാൻ തോന്നുന്ന ഒരു സെന്റൻസ് ആണ്. അതുകൊണ്ട് യു മേ പ്ലീസ് അണ്ടർലൈൻ ഇറ്റ്. പിന്നെ നമുക്കറിയാം എവരി ലിറ്റിൽ ഇഞ്ചുറി സെപ്പറേറ്റ്സ് എന്നൊക്കെ ഹെപ്പാർ സൾഫിന് പറയുന്ന പോലെ തന്നെയാണ് ഇതിനും ഉള്ളത്. കോംപ്ലിമെന്ററിയിൽ നിങ്ങളെ കീനോട്ടിൽ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് ആർജനൻ നൈട്രിക്കും കൂടി ഒന്ന് എഴുതി വെച്ചേട്ടെ കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഗ്രഫൈറ്റിസ്. ഇനി നമ്മളെ ബോറിക്കിൽ ഒരു ആളെ കിടക്കുന്നത് കണ്ടോ, ഗ്രാറ്റിയോള ഒഫിഷ്യനാലിസ്. എന്താ പ്രത്യേകത എന്ന് അറിയാമോ? ഗ്രാറ്റിയോള ഒഫിഷ്യനാലിസ് അറിയാമോ? ആർക്കെങ്കിലും അറിയോ ഗ്രാറ്റിയോളയുടെ പ്രത്യേകത? ഗ്രാറ്റിയോള എന്ന് പറയുന്ന ഫീമെയിൽ നക്സോമിക്ക എന്നാണ് പറയാ കേട്ടോ, ഗ്രാറ്റിയോള. ഓക്കെ, ഇനി കമ്മിങ് ടു ഹെമാമിലിസ് അല്ലെ. ഹെമാമിലിസ് ആണ് നമ്മൾ നേരത്തെ ഫെറമെറ്റിന്റെ കൂടെ പറഞ്ഞിരുന്നു അല്ലെ, ഒരു ബ്ലീഡർ റെമഡി. നമ്മൾ എല്ലാവരും തന്നെ
റെക്ടൽ ബ്ലീഡിങ്ങിനും അതുപോലെ വേരിക്കോസ് വെയിന്റെ ബ്ലീഡിങ്ങിനും വേരിക്കോസ് കണ്ടീഷനും ഉണ്ടെങ്കിലും ഒക്കെ നമ്മളൊരു ഹെമാമിലിസ് ട്രൈ ചെയ്യാറുണ്ട് അല്ലെ. സോ ഹെമാമിലിസ് വിർജിനിയാന വിച്ച് ഹേസൽ എന്നാണ് പേര്. മാറുപോലെ രണ്ടിടത്തും ഓർക്കണം. അപ്പം ഒരു വിച്ച് ബ്ലീഡിങ് ഉണ്ടാക്കുന്നു, അതാണ് ഹെമാമിലിസ്. ഓക്കെ, വീനസ് കൺജഷൻസ് എല്ലാം കൊടുക്കുന്നതാണ്. അതിലൊരു സംഭവം കണ്ടോ കീനോട്ടിനകത്ത്, ദ ഷ്രബ് ഫ്ലവേഴ്സ് ഫ്രം സെപ്റ്റംബർ ടു നവംബർ. സെപ്റ്റംബർ ടു നവംബർ നമ്മള് പിന്നെ നവംബർ മാസം സെപ്റ്റംബർ മാസം അല്ലെ, ഓണം തൊട്ട് ക്രിസ്മസ് ആയില്ല, അതിന് മുന്നേ ഉള്ള സമയം. സോ സെപ്റ്റംബർ ടു നവംബറിലാണ് ഹെമാമിലിസിന്റെ കാലം എന്നാണ് പറയുന്നത്. വെൻ ദ ലീവ്സ് ആർ ഫോളിങ്, അതായത് ഈ നമ്മളെ എന്താ പറയാ തണുപ്പ് സീസൺ തുടങ്ങുന്ന ടൈമിന് തൊട്ട് മുമ്പേ. ഓക്കെ, ആൻഡ് ഈ ഇലപൊഴിയും ശിശിരം എന്നൊക്കെ പറയുന്ന സമയമാണ്. ആൻഡ് ദ സീഡ്സ് മെച്യൂർ ദ ഫോളോയിങ് സമ്മർ. ഇനി ഇറ്റ് ഈസ് അഡാപ്റ്റഡ് ടു വീനസ് ഹെമറേജ് ആണ്. നമുക്ക് അറിയാമല്ലോ, അല്ലാത്ത ആർട്ടിയൽ ഹെമറേജ് കുറെ മെഡിസിൻസ് ഉണ്ട്, പക്ഷെ ഇത് വീനസ് ഹെമറേജിന് കൊടുക്കുന്നു. ഫ്രം എവരി ഓറിഫീസ് ഓഫ് ദ ബോഡി, നോസിനാവാം, ലങ്സ് ആവാം, ബവൽസ് ആവാം, യൂട്രസ് ആവാം, ബ്ലാഡർ ആവാം. And the patient is subject to varicose veins, taking cold easily from very exposure, especially in warm, moist weather. അപ്പൊ അടുത്ത വരി നമ്മൾ മറന്നു പോകത്തില്ലല്ലോ. ഇറ്റ് ഈസ് ദ അക്കോണൈറ്റം ഓഫ് വീനസ് കാപ്പിലറി സിസ്റ്റം. അക്കോണൈറ്റം ഓഫ് ക്രോണിക് ഡിസീസ് ഏത് മെഡിസിൻ ആണ്, ഓർക്കുന്നുണ്ടോ? അക്കോണൈറ്റ് ഓഫ് ക്രോണിക് ഡിസീസ്. ഗുഡ്. അപ്പൊ നമ്മള് അക്കോണൈറ്റ് ഓഫ് വീനസ്. ഓക്കെ, താങ്ക് യു. അപ്പൊ അക്കോണൈറ്റ് ഓഫ് വീനസ് കാപ്പിലറി സിസ്റ്റം, നോ ഡൗട്ട് ഹെമാമിലിസ്. അതുകൊണ്ട് എല്ലാ വീനസ് ഹെമറേജുകൾക്കും നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആണല്ലോ ഹെമാമിലിസ്. ഓക്കെ, ഇനി അതിലെ കുറച്ച് സിംറ്റംസ് യു കൻ കവർ ഇൻ ബോറിക്. അതായത് വീനസ് കൺജഷന് കൊടുക്കുന്നു. ബ്രൂസ്ഡ് സോർനെസ് ഓഫ് ദി അഫക്റ്റഡ് പാർട്സ്, അതിന് അഫക്റ്റഡ് പാർട്സിൽ കോഡ്സ് ഓഫ് ദ വെയിന് കോസിംഗ് റിലാക്സേഷൻ വിത്ത് കോൺസിക്വന്റ് എൻകോർച്ച്മെന്റ്. പിന്നെ ആഫ്റ്റർ സർജറി, കണ്ടൊരു വാക്ക് കണ്ടോ, ആഫ്റ്റർ ഓപ്പറേഷൻ സൂപ്പർസീഡ്സ് ദ യൂസ് ഓഫ് മോർഫിയ എന്നൊരു വാക്ക് കണ്ടോ. സർജറി ശേഷം മോർഫിയയുടെ ആക്ഷൻ സൂപ്പർസീഡ്സ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മള് ഒരുമാതിരിപ്പെട്ട നമ്മൾ എന്താ പറയാ വീനസ് ഹെമറേജ് ഒക്കെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഹെമറോയിഡ്സിനൊക്കെ സർജറി ചെയ്തിട്ട് ബ്ലീഡിങ് അറസ്റ്റ് ആവാത്ത എത്രയോ കേസുകൾ നമ്മുടെ ഹെമാമിലിസ് കൊണ്ട് കറക്റ്റ് ആവാറുണ്ട്. ഇൻ ദ കേസ് ഓഫ് വേരിക്കോസ് വെയിന്റെ വേരിക്കോസ് അൾസർ പെട്ടെന്ന് പൊട്ടിയതായിട്ടൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. അതിന് പോലും കാൽ എലിവേറ്റ് ചെയ്ത് വെച്ച് ഡ്രസ് ചെയ്ത് ഹെമാമിലിസ് കൊടുക്കുന്ന എത്രയോ റിലീഫുള്ള കേസുകൾ റീസെന്റ് ഇവിടെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ മുൻ RMO ആണ് അത് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ ഹെമാമിലിസിന് അങ്ങനെ ഒരു ആക്ഷൻ കൂടിയുണ്ട്. സോ യു ക്യാൻ തിങ്ക് എന്താണ് പറയുന്നത്, ആഫ്റ്റർ ഓപ്പറേഷൻ സൂപ്പർസീഡ്സ് ദ യൂസ് ഓഫ് മോർഫിയ. പിന്നെ ഗ്രേറ്റ് വാല്യൂ ഇൻ ഓപ്പൺ പെയിൻഫുൾ വൂൺസ് വിത്ത് വീക്ക്നെസ് ഫ്രം ലോസ് ഓഫ് ബ്ലഡ്. പിന്നെ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുമല്ലോ അല്ലെ. അതിനകത്ത് കിടക്കുന്ന ഹെഡ് സിംറ്റംസ് നോക്കിക്കാട്ടെ. വോൺസ് ദ റെസ്പെക്ട് ഡ്യൂ ടു മീ ഷോൺ. എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയില്ല, ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. വോൺസ് ദ റെസ്പെക്ട് ഡ്യൂ ടു മീ. കാര്യങ്ങളെല്ലാം എന്നാലും നടന്നു എന്ന് ചിന്തിക്കുന്ന ടൈപ്പ് ആണെന്ന് അറിയില്ല. എനിവേ ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്തത്. അതൊരു ഇറ്റാലിക്സിലൊക്കെയാണ് ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് മൈ ബി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. വോൺസ് ദ റെസ്പെക്ട്. ഹെമാമിലിസ് ഞാനൊരു ബ്ലീഡിങ് റബറയാണ്, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്ന റബറയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട റെസ്പെക്ട് എന്നോട് ബഹുമാനിക്കേണ്ട രീതിയിൽ ബഹുമാനിക്കടോ എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അതൊന്ന് ഓർത്തോണേ. ദെൻ ന്യൂറാൾജി ഓഫ് ഇന്റേണൽ സാഫിനസ് നെർവ് കണ്ടോ. അതായത് സാഫിനസ് വെയിനെ അഫക്ട് ചെയ്യുന്ന കൂടത്തിൽ അതിന് നെർവ് കൂടെ അഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനോട് പെയിൻ ഉണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്താട്ടെ. പിന്നെ ഫീമെയിൽ നമുക്കറിയാം ഡാർക്ക് പ്രൊഫ്യൂസ് സോർനെസ് ഇൻ ദ അബ്ഡമൻ, മെറ്ററേജിയ ഒക്കറിംഗ് മിഡ്വേ ബിറ്റ്വീൻ മെൻസ്ട്രൽ പീരീഡ്സ്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് അവരുടെ മൊഡാലിറ്റീസിനകത്ത് കണ്ടോ. അതായത് വേഴ്സ് ഫ്രം മോയിസ്റ്റ് ഹെയർ ആണ് കേട്ടോ, മോയിസ്റ്റ് ഹെയർ ആണ്. പിന്നെ ഹീമോടൈസിസിന് കൊടുക്കുന്ന മെഡിസിൻ ആണ്. ക്രോണിക് എഫക്ട്സ് ഓഫ് മെക്കാനിക്കൽ ഇഞ്ചുറീസിന് കൊടുക്കും. റിലേഷൻഷിപ്പ്, യു മേ പ്ലീസ് ഗോ ടു റിലേഷൻഷിപ്പ്. അതിൽ നമ്മൾ പറഞ്ഞൊരു സാധനം അതിനകത്തുണ്ട് കണ്ടോ, ഫെറം ഇൻ ഹെമറേജസ് ആൻഡ് ദ ഹെമറേജിക് ഡയാഥസിസ്. അപ്പം ഹെമാമിലിസും പിന്നെ ഫെറവും വളരെ അഭേദ്യ ബന്ധമുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മുടെ ബോറിക്കിൽ പറഞ്ഞിരിക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്യുലർ ഫ്ലൂർ, അലോസും യൂറിയറ്റിക് ആസിഡ് in varicose veins and even mangifera indica. Antidote ആർണിക്കയും കോംപ്ലിമെന്ററി ഫെറോ എന്ന് പറഞ്ഞത് കേട്ടോ. ഇതിന് ആന്റിഡോട്ട് ചെയ്യാൻ രണ്ടും ബ്ലീഡേഴ്സ് അല്ലെന്ന് വെച്ച് ഡോണ്ട് ഗീവ് ആർണിക്ക ആൻഡ് ഹെമാമിലിസ് ടുഗെദർ കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്തിരുന്നാൽ മതിയേ. ഓക്കെ, ദെൻ കമ്മിങ് ടു വെറുതെ ഒന്ന് ഹെക്ലാലാവ കണ്ടോ, ഹെക്ലാലാവ കണ്ടോ. അതിലെ
ഹെക്ല ലാവിക്കാത്ത ഒരു സിംറ്റം നിങ്ങളൊന്ന് ബോറിക്കിൽ എടുത്ത് നോക്കിയാട്ടെ. ഫേഷ്യൽ ന്യൂറാൾജിയ ഫ്രം കാരീസ് ഓഫ് ടീത്ത്. കണ്ടോ?